UDF ജയിക്കുമെന്നും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്നും PJ കുര്യൻ പറഞ്ഞു. തിരുവല്ല നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയായിരുന്നു PJ കുര്യന്റെ പരാമർശം. KC വേണുഗോപാലും VD സതീശനും ഉൾപ്പെടെ മുഖ്യമന്ത്രി പദം പ്രതീക്ഷിക്കുന്നവർക്ക് ഞെട്ടലുണ്ടാക്കിക്കൊണ്ട് സീനിയർ നേതാക്കൾ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. MP മാർ മത്സരിക്കണ്ട എന്ന തീരുമാനം തന്നെ ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച പറ്റിയെന്ന് K. സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചവരുടെ പിടിപ്പുകേടാണ് സംഭവിച്ചതെന്നും സുധാകരൻ പറഞ്ഞു. പരാജിതന്റെ കപട ആത്മവിശ്വാസമാണ് പിണറായി പ്രകടിപ്പിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് ചർച്ചയാകും, അദ്ദേഹം പറഞ്ഞു. അച്ഛൻ K. കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് BJP-യിൽ പോകേണ്ടി വരുമായിരുന്നില്ലെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിൽ നേരിട്ട ഒറ്റപ്പെടൽ വിശദീകരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പത്മജ വേണുഗോപാൽ. CPM വിടുന്നവരുടെ കൂട്ടായ്മ ഉണ്ടാക്കുമെന്ന് KK രമ ഏഷ്യാനെറ്റിന്റെ പോൾ ഗാലക്സിയിൽ പറഞ്ഞു. ഇതിനായുള്ള നീക്കം തുടങ്ങിയെന്നും TP സ്വപ്നം കണ്ട ഇടതുപക്ഷ ബദൽ നിലവിൽ വരുമെന്നും അവർ പറഞ്ഞു. തൃശൂർ ദേശീയപാതയിൽ മുടിക്കോട് കർണാടകക്കാരൻ ഉദയ് ശങ്കറെ 62.5 ലക്ഷം രൂപയുമായി പിടികൂടി. ബാംഗ്ലൂർ കൊച്ചി ബസിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇയാൾ അറസ്റ്റിലായത്. കോഴിക്കോട് പുതിയറയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. 21 പവനാണ് മോഷ്ടിച്ചത്. വീട്ടുകാർ ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്ന സമയത്താണ് മോഷണം നടന്നത്. തൃശൂർ തൃപ്രയാറിൽ ബ്യൂട്ടി സലൂണിന്റെയും ജിംനേഷ്യത്തിന്റെയും മറവിൽ ലഹരി മരുന്ന് കച്ചവടം നടത്തിയ പെരിങ്ങോട്ടുകര ചിറയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മി അറസ്റ്റിലായി. നവവധുവിനെ മർദ്ദിച്ച് അവശയാക്കിയ ഭർത്താവ് തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അണിയൂർ കീരിക്കുഴിയിൽ ആസിഫിനെ കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. വാരിയെല്ലും മുട്ടും അടിച്ചു പൊട്ടിച്ചു എന്നാണ് കേസ്. ചേങ്കോട്ടുകോണം ഷംനാദ് മൻസിലിൽ അറഫ നജ്മുദ്ദീൻ എന്ന 22-കാരിക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. റെയിൽവേ പരിഷ്കാരങ്ങൾ അറിയിച്ച് റെയിൽവേ മന്ത്രി 72 മണിക്കൂർ മുമ്പ് യാത്ര ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ തുകയിൽ വൻ കുറവായിരിക്കും യാത്രക്കാരന് സംഭവിക്കുക. 24 മണിക്കൂറിന് മുന്നേയെങ്കിൽ 50%, 8 മണിക്കൂറിന് മുമ്പാണെങ്കിൽ മുഴുവൻ തുകയും നഷ്ടപ്പെടും. മുംബൈ നാസിക്കിൽ പീഡനക്കേസിൽ പിടിയിലായ ആൾ ദൈവം അശോക് കുമാർ ഖരാട്ടിന് 1500 കോടി രൂപയുടെ സമ്പാദ്യമുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. 100ഓളം അശ്ലീല വീഡിയോകളും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. മർച്ചന്റ് നേവി മുൻ ഉദ്യോഗസ്ഥനാണ് ഈ ഖരാട്ട്. സുപ്രീം കോടതിയുടെ ദയയാൽ രാജ്യത്തെ ആദ്യത്തെ ദയാവധത്തിലൂടെ ഹരീഷ് റാണ മരണം വരിച്ചു. കഴിഞ്ഞ 16 വർഷമായി ജീവനുമായി ചലനമറ്റ് കിടന്ന ഹരീഷ് റാണയ്ക്ക് ദയാവധത്തിന് അനുമതി നൽകണമെന്ന് അച്ഛനമ്മമാർ തന്നെയാണ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ അവയവദാനമെന്ന മഹത് കൃത്യത്തിനും കാരണക്കാരനായി ഹരീഷ് റാണ ജീവിതം അവസാനിപ്പിച്ചു. ഇന്ന് ഗാസിയാബാദിൽ സംസ്കാര ചടങ്ങുകളും നടന്നു. മുള്ളൻ പന്നിയെ അടിച്ചു കൊന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവനന്തപുരത്ത് വെള്ളനാട് ശശിയെ ഫോറസ്റ്റ് കസ്റ്റഡിയിൽ വാങ്ങിയില്ല. 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി റിപ്പോർട്ടറെ വെള്ളനാട് ശശി കല്ലെടുത്തെറിഞ്ഞ് പ്രകോപനമുണ്ടാക്കിയിരുന്നു.
ഇറാൻ ഉയർത്തുന്ന ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കാൻ അവിടെ ഭരണമാറ്റം കൂടിയേ തീരൂ എന്ന് സൗദി അറേബ്യ അഭിപ്രായപ്പെട്ടു. ബഹ്റിൻ പാലം തകർക്കുമെന്ന ഇറാന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുകയായിരുന്നു സൗദി അധികൃതർ. പശ്ചിമേഷ്യയിലേക്ക് 4 യുദ്ധക്കപ്പലുകൾക്ക് പുറമെ 2200 സൈനികരെയും കൂടുതൽ യുദ്ധവിമാനങ്ങളെയും നിയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ട്. ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയാണ് ട്രംപിന്റെ ഉദ്ദേശമെന്നാണ് സൂചന. കൂടുതൽ ശക്തിയോടെ ആക്രമിക്കാൻ എടുക്കുന്ന വാമപ്പ് ടൈമാണ് ഈ 5 ദിവസമെന്ന് വിദഗ്ധർ അനുമാനിക്കുന്നു. ഇതുവരെ 5500 പേരിൽ കൂടുതൽ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞു. ഇറാനിൽ മാത്രം 3262 പേരാണ് മരിച്ചത്.